ആസിയാ നമ്മളിപ്പോ അന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പോ പിന്നെ ഇപ്പോ TP ഷാജി നിയുക്ത MLA ഷാജിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാനുണ്ട്. നമ്മളിവിടെ തന്നെ ബോർഡ് ഉണ്ടോ? ആ ബോർഡ് കണ്ടോ? ആ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ പലയിടത്തും ബോർഡ് കാണാനുണ്ട്. എന്താണ് എൻ്റെ ആ ബോർഡ് വെച്ചതിലുള്ള എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ നിലപാട് വെച്ചിട്ട്? ബോർഡിലൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. അങ്ങോട്ട് ഇവിടെ പ്രസക്തി മോസിൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. ഇവിടെ വ്യക്തി പ്രഭാവമാണ് ഇവിടെ. ഒരു വോട്ടിനെങ്കിലും മോസിൻ നാളെ ജയിച്ചിരിക്കും. ഏകദേശം എത്ര ഭൂരിപക്ഷം? എന്നാലും അല്ല, ഭൂരിപക്ഷം നമ്മൾ അന്ന് പറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ അതിപ്പോ പറയാൻ പറ്റൂല. ഞാനൊരു ഭൂരിപക്ഷം പറയട്ടെ. ഞാനിപ്പോ പിന്നെ വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 3796 ഒരു 4000 വോട്ട് ഇതിന്റെ ഉള്ളിലെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ജയിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളൊരു കണക്കൂട്ടൽ വെച്ചിട്ട്. പക്ഷെ 9 കൊല്ലമായിട്ട് പട്ടാമ്പി ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് പട്ടാമ്പിയിൽ ചലഞ്ചിനെ കുറിച്ച് അറിയാലോ. അപ്പോൾ മൂന്നാമതും LDF സർക്കാർ ഒരു 78-80 സീറ്റിൽ അധികാരത്തിൽ കേരളം മൂന്നാമതും ഭരിക്കുന്നതാണ് ഒരു കണക്കൂട്ടിലും. പട്ടാമ്പിയിൽ ഇതേമാതിരി 4000-ൻ്റെ ഉള്ളിൽ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ജയിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എന്താ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? മൂന്നാമത് LDF സർക്കാർ ഭരിക്കുന്ന കാര്യത്തിലൊന്നും എനിക്കറിയില്ല കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞാൽ ആളുമല്ല. ഈ ഒരു രാഷ്ട്രീയക്കാരനെ എനിക്ക് രാഷ്ട്രീയമില്ല. UDF അധികാരത്തിൽ വരുന്നുള്ള ഞാൻ ഒരു പ്രവാസി. ഞാൻ അന്ന് പറഞ്ഞെന്നും പറഞ്ഞത് എനിക്ക് UDF വന്നാലും കുഴപ്പമില്ല, LDF വന്നാലും കുഴപ്പമില്ല. പക്ഷെ പട്ടാമ്പി ഒരു വോട്ടിനെങ്കിലും മോശം ജയിച്ചിരിക്കും. അത്രയും കോൺഫിഡൻ്റ് ആണ്. അത്രയും കോൺഫിഡൻസ് ആണ്. അയച്ചിട്ട് ഞാൻ മൊട്ടടിക്കാനോ ബെറ്റ് വെക്കാനോ ഒന്നിനും ഇല്ല കേട്ടോ. പുള്ളി തൊട്ടിട്ട് പിന്നെ അങ്ങാടി കൂടെ നടക്കാൻ ഒന്നും ഞാൻ ഇല്ല. ഞാൻ അല്ലെങ്കിൽ ആ ഡയലോഗ് അടിച്ച അയാളൊരു ഭാഷകളല്ലാണ്ട് അതിനൊക്കെ മറുപടി പറയാൻ മറ്റേ റിയാസ് നിൽക്കും ഇല്ല. കുറച്ച് ബോധമുള്ളവരൊന്നും അതിന് പ്രതികരിക്കാൻ തന്നെ നിൽക്കും. പക്ഷെ ഈ ബോഡി മുന്നേ വോട്ടെണ്ണേന്റെ മുന്നേ അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ബോർഡ് വരുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരുന്നത്. മനസ്സിലായില്ല. അങ്ങനെ എന്തുകൊണ്ട് അവര് വെച്ചെന്നറിയില്ല. അവർ കഴിഞ്ഞ് വല്ല വേറെ എന്തെങ്കിലും വല്ല കൈവിട്ടൊന്നും അറിയില്ല. എന്തായാലും നാളെ നേരത്തെ TP ഷാജി ജയിച്ചാലും എനിക്ക് യാതൊരു പരാതിയില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. അല്ല, TP ഷാജി ജയിക്കാന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇപ്പൊ മോസിനെ പ്രവർത്തന രീതിയാണ് നമുക്ക് കൂടുതൽ അറിയാം. കാരണം നമ്മളൊരു പാർട്ടി പ്രവർത്തകനും പാർട്ടിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് മോസിന്റെ ആ ഒരു നിലപാട് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ TP ഷാജി വിജയിക്കും അല്ലെങ്കിൽ നിയുക്ത MLAക്ക് സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ആണ്. ഇനി TP ഷാജി വിജയിച്ചാലും ആ വിജയത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? അംഗീകരിക്കാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ആരാച്ച ജയിക്കട്ടെ. പക്ഷെ ഞാൻ എന്റെ കാഴ്ചപ്പാടെ പറഞ്ഞു ഒരു വോട്ടിനെങ്കിലും ഇവിടെ മോശം ജയിച്ചിരിക്കും. ഇനി മോശം ജയിച്ചില്ലെങ്കിൽ എന്റെ പേരേക്ക് നിങ്ങൾ പ്രകടനമായിട്ടൊന്നും വരരുത്. അല്ലല്ല, തീർച്ചയായിട്ടും. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഒരു നിലപാടില്ല. അതായത് അല്ല, അങ്ങനല്ല. ഈ പറഞ്ഞത് കുറച്ച് നിലപാട് തന്നെയാണ്. അല്ല, ഒരു വ്യക്തമായ പാർട്ടി ഇല്ല എന്ന് പറയാം. ഞാനിപ്പോ ലീഗിനോടോ മാർക്സിസ്റ്റോടോ കോൺഗ്രസിനോടോ ഒരു BJPയോടോ ആരോടും എനിക്ക് എതിർപ്പില്ല. അതാണ് വികസനം ആര് കൊണ്ടുവരണോ ഓനക്കാണ് എന്റെ സപ്പോർട്ട്. അല്ല, വിജയിക്കുന്നത് അടിസ്ഥാന സൗകര്യം. ഇലക്ഷനില് വിജയം പരാജയം ഇത് രണ്ടും ഉണ്ട്. പക്ഷെ വിജയിക്കുന്നവരെന്ത് ചെയ്യണം? നാടിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുക. പരാജയപ്പെട്ടവര് വിജയത്തിന് വേണ്ടി അടുത്ത പ്രാവശ്യത്തെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ഇവിടെ മോസ്റ്റ്ലി ഒരുപാട് വികസനങ്ങൾ കാഴ്ചവെച്ചു. തീർച്ചയായിട്ടും. എന്താ സംശയം? കൊച്ചു കുട്ടികൾ തൊട്ട് വയസ്സായ 90 വയസ്സായ ആൾക്കാർ വരെ ഞാൻ പറഞ്ഞതാണല്ലോ. വാടാനാംകുറിച്ച് മേൽപ്പാലൊക്കെ എന്ന് പറഞ്ഞാല് ചിറകാല സ്വപ്നമാണ്. ഞാൻ 2 കൈമുട്ടാജ വണ്ടി ഞാൻ ഒരു വട്ടം പോയി. ഞാൻ പോയപ്പോ ഇക്കന്നെ തോന്നുന്നത് ഇത് ജപ്പാനിലെട്ടാണോ? കാരണം ഞാൻ ജപ്പാനിൽ പോയിട്ടില്ല. ജപ്പാനിൽ പോകാത്ത പൊട്ടിത്തരായി കണക്കായാലും വേറുള്ളൂ. വീഡിയോ അല്ല പിന്നെന്താ? കട്ടി അതിൽ തന്നെ വിവാദം കട്ടിതാ.